ഇപ്പോൾ ട്രെൻഡിങ്ങിലൊരു കാര്യമാണ് AI കാർട്ടൂൺസ് എന്ന് പറയുന്നത്. നമ്മുടെ മക്കളിൽ പലരും AI കാർട്ടൂൺസ് കാണുന്നവരാണ്. ഇതിന് പോസിറ്റീവായിട്ടുള്ള സൈഡും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ലെവൽ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ലേണിംഗ് കുറച്ചുകൂടി സിമ്പിൾ ആക്കുന്നുണ്ട്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ സിമ്പിളായിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരതിൽ കാണിക്കുന്നുണ്ട്. പോസിറ്റീവ് ഉള്ളതുപോലെ ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കാർട്ടൂൺസിലുണ്ട്. ഇതൊരു ഹ്യൂമൻ മെയ്ഡ് അല്ലാത്തത് കാരണം കൊണ്ട് തന്നെ ഇമോഷൻസ് ആയിട്ടുള്ള കൈൻഡ്നസ്, സിമ്പതി, പേഷ്യൻസ് ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, പോർട്രേ ചെയ്യുന്നില്ല. സെക്കൻഡ് വൺ ആണ് റിയൽ ലൈഫിലേക്ക് മാച്ച് ആവാത്ത രീതിയിലുള്ള എക്സാജറേറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളിൽ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇതിൽ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ വിഷ്വൽസിന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറക്കുന്നുണ്ട്. ഒരാളുടെ സൂപ്പർവിഷനിലൂടെ അല്ല കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലും ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഹാർംഫുൾ ആയിട്ടുള്ള മെസ്സേജ് കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ കാർട്ടൂൺസ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് വെറും ഫൺ മാത്രം നോക്കാതെ കൂടുതൽ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ കൂടുതൽ വാല്യൂസ് പഠിപ്പിക്കുന്ന കാർട്ടൂൺസ് കാണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. കൂടുതലും അവരുടെ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, കാർട്ടൂൺസ് കാണുക. ആ ഒരു സമയത്ത് എന്താണ് ഫാന്റസി, എന്താണ് റിയാലിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ കാർട്ടൂൺസും ബാഡ് ആണെന്നല്ല പറയുന്നത്, പക്ഷേ ഗൈഡൻസിലൂടെ എല്ലാ കുട്ടികളും ഈ ഒരു കാര്യം കാണുന്നതെന്നുണ്ടെങ്കിലും അത് മിസ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികൾ ഒരു കാർട്ടൂൺ കാണുമ്പോൾ അത് കാണുക മാത്രമല്ലോ ചെയ്യുന്നത്, കുട്ടികൾ അതിൽ നിന്ന് കൂടുതൽ കാര്യം പഠിക്കുന്ന കൂടെയുണ്ട്. സോ വി ക്യാൻ ഹെൽപ് ദം ടു ലേൺ വാട്ട് ഈസ് റൈറ്റ് എന്നുള്ളതാണ്.